സാധനങ്ങളൊക്കെ വീടിനുള്ളിൽ കയറ്റി വെച്ചു മനു. മീനുവിന്റെ ഫോണും ചാർജിനിട്ടു. മീനു പാലും മാവും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഉണ്ണിയേട്ടാ, ഞാൻ ചായ ഇടട്ടെ? കുടിച്ചിട്ട് ദേവുവിന്റെ വീട്ടിൽ പോകുന്നോ അതോ? മീനു ചോദ്യഭാവത്തിൽ ഓരോന്നും ചെയ്തുകൊണ്ട് അവനെ നോക്കി. ഇപ്പൊ വേണ്ട പൊടിയേ, നമുക്ക് പോയിട്ട് വരാം. പൊടി, നീ ഇപ്പൊ വേഷം മാറുന്നോ? മനു മീനുവിനെ നോക്കി. വേണ്ട ഉണ്ണിയേട്ടാ, ഇത് പോരെ, നല്ലതല്ലേ? മീനു വിടർന്ന മിഴിയോടെ അവനെ നോക്കി ചോദിച്ചു. പിന്നെ എന്റെ പൊടിക്ക് ഇത് നന്നായി ചേരുന്നുണ്ട്. അവളെ ചേർത്ത് നിർത്തി ആ മുഖത്തെ വിയർപ്പ് മുണ്ടിന്റെ അറ്റം കൊണ്ട് ഒപ്പിയെടുത്ത് മനു പറഞ്ഞു. അതിൽ കൺമഷിയൊക്കെ പുരണ്ടാൻ ചീത്തയാവും ഉണ്ണിയേട്ടാ. മീനു മുണ്ട് പിടിച്ച് വെക്കാൻ നോക്കി. ആവട്ടെ, എന്റെ പൊടിയുടെ കൺമഷിയല്ലേ, അതിപ്പോ കഴുകുമ്പോ പോയില്ലെങ്കിൽ പോകണ്ട. അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോ കുസൃതിച്ചിരിയോടെ മനു അവളെ നോക്കി. മീനുവിനെന്തോ വല്ലാത്ത ചമ്മലായിരുന്നു അവൻ അങ്ങനെ നോക്കുമ്പോൾ. ഉണ്ണിയേട്ടന്റെ പൊടിക്ക് നാണം വരുന്നുണ്ടോടാ? അവളുടെ കൈ പിടിച്ചെടുത്ത് ആ കൈവളയിൽ ചുണ്ടു ചേർത്തു മനു. അവൾ വെപ്രാളത്തോടെ ചുറ്റിനും നോക്കി, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഇവിടെ ഒന്നും ആരുമില്ല എന്റെ പൊടിയേ. അവളുടെ തോളെ കൈയിട്ടുകൊണ്ട് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ദേവുവിന്റെ വീട്ടിലേക്ക് നടന്നു ഇരുവരും. കയറി വാ പിള്ളേരെ. ദേവു, ദേ നോക്കിയേ, മീനുവും മനുവും വന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് സിറ്റൗട്ടിൽ വന്ന് നോക്കിയ വിനീത ഇരുവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് ദേവുവിനോട് പറഞ്ഞു. വിരുന്നൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എപ്പോ എത്തിയടാ മനു? മുറിക്കകത്ത് നിന്ന് ഇറങ്ങി വന്ന രമേശൻ മനുവിനോട് തിരക്കി. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ അവിടെ കൊണ്ടുവച്ച് നേരെ ഇങ്ങ് പോന്നു. മനു കസേരയിലേക്ക് ഇരുന്ന് പറഞ്ഞു. ഡി പെണ്ണെ, അങ്ങ് ചുന്ദരിയായല്ലോ, വാ. ദേവു വന്ന് മീനുവിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. രാവിലെ ഉറങ്ങിപ്പോയടി, അതാണ് അങ്ങോട്ട് വരാഞ്ഞത്. അതൊന്നും സാരമില്ല, ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ മാമൻ പറഞ്ഞു നീ എഴുന്നേറ്റതേ ഉള്ളൂ എന്ന്. ദേവു ഒന്ന് മൂളി. എടി, രാവിലെ മൊത്തം ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാണോ പോയത്? ഇവിടെ അമ്മ എന്നെയും ചേച്ചിയും കൊന്നില്ല എന്നേ ഉള്ളൂ. ദേവു മീനുവിന്റെ പാറി പറന്ന മുടിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാടി ആന്റി വഴക്ക് പറഞ്ഞത്? അതോ, എന്റെ പൊന്നെ, നിന്റെ വീടിന്റെ മുറ്റമൊക്കെ നീ വൃത്തിയാക്കിയില്ലേ? അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു ജോലിയും ചെയ്യില്ല, തീറ്റയും കുടിയും മേക്കപ്പും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലേ? അയ്യോ എടി, ഞാൻ മൊത്തം ചപ്പും ചവറും നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് വൃത്തിയാക്കിയതാണ്. മീനു വല്ലായ്മയോടെ പറഞ്ഞു. അത് പോട്ടെടി, നീ കുറെ തുണി അലക്കിയില്ലേ? അതിനും കിട്ടി എനിക്കും ചേച്ചിക്കും. സ്വന്തം തുണി ഞങ്ങൾ അലക്കൂല, നിന്റെ പ്രായം മാത്രമുള്ള ആ കൊച്ചുകുട്ടി അവളുടെ ഭർത്താവിന്റെ തുണി കൂടി അലക്കി എന്നൊക്കെ പറഞ്ഞാണ് ചെവി തിന്നത്. അത് മാത്രമോ? ഇന്നു മുതൽ ചേച്ചി വെളുപ്പിന് അമ്മയ്ക്കൊപ്പം അടുക്കളപ്പണി ചെയ്യണം, ഞാൻ വീട് വൃത്തിയാക്കണം. എന്തിനാണ് നീ ജോലിയൊക്കെ ചെയ്യാൻ പോയത്? താടിയിൽ കയ്യും വെച്ചിരുന്ന് ദേവു മീനുവിനോട് ചോദിച്ചു. മീനു ആകട്ടെ എന്ത് മറുപടി പറയണമെന്നറിയാതെ ദേവുവിനെ നോക്കി വിഷമിച്ചിരുന്നു. എന്റെ കുഞ്ഞേ, നീ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട. എന്റെ 2 മക്കളും ഭൂലോകം മടിച്ചുകളാണ്. ആ മടി ഒന്ന് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു ഞാൻ, അത്രേ ഉള്ളൂ. മീനുവിന്റെ തലയിൽ തഴുകി വിനീത പറഞ്ഞു. ഇന്നലെ മുതൽ എന്റെ അമ്മ നിന്നെ പുകഴ്ത്തുന്നുണ്ട് മീനു, എന്താവും കാര്യം? വിനീതയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ദേവു തിരക്കി. നല്ലതാണേ, ഞാൻ നല്ലതെന്ന് തന്നെ പറയും ദേവു. എന്റെ 2 മക്കളിൽ ഒന്ന് ഈ മീനുവിനെ പോലെ ആയില്ലല്ലോ. സ്വയം പറഞ്ഞുകൊണ്ട് വിനീത അടുക്കളയിൽ പോയി. പിന്നാലെ ദേവുവിനെയും വിളിച്ച് മീനു, ഞാൻ എന്തേലും സഹായിക്കണോ ആന്റി? ചായക്ക് പാലും വെള്ളവും ചേർത്ത് സ്റ്റവിൽ വെക്കുന്ന വിനീതയുടെ അടുത്ത് നിന്ന് ഗ്ലാസുകൾ തുടച്ചു വെച്ചുകൊണ്ട് മീനു തിരക്കി. ഒന്നും വേണ്ട മീനു, അവരിങ് എത്താനായി. ഇവിടെ ഇനി ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി. കഴിക്കാനുള്ളതൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങി. വിനീത കബോർഡ് തുറന്ന് ചായപ്പൊടി എടുത്തുകൊണ്ട് പറഞ്ഞു. മീനു മൂളി. എടി നീ വാ, നമുക്ക് ചേച്ചി റെഡിയായോ എന്ന് നോക്കാം. മീനുവിന്റെ കൈയും പിടിച്ച് ദേവു വീണയുടെ മുറിയിൽ പോയി. ചേച്ചി റെഡിയായോ? ദേവു വീണയുടെ ബെഡിലിരുന്ന് മീനുവിനെയും പിടിച്ചിരുത്തി. റെഡിയാകുന്നു, നിനക്ക് കണ്ടൂടെ പെണ്ണെ? വീണ മുഖം കൂർപ്പിച്ച് ദേവുവിനെ നോക്കി, പിന്നെ മീനുവിനെ നോക്കി ഒന്ന് പിശുക്കി ചിരിച്ചു. അവൾ പക്ഷെ സന്തോഷത്തോടെ വിടർന്നു ചിരിച്ചു. ആ ചിരിയിൽ പിന്നെ കാലുഷ്യം കാണിക്കാൻ വീണയ്ക്കും ആയില്ല. മീനു വീട്ടിൽ പോയിട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. മീനുവിനോട് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നോർത്ത് വീണ തിരക്കി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചായി ചേച്ചി, വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി ഇപ്പൊ എത്തിയതേ ഉള്ളൂ. മീനു അതേ സ്നേഹത്തോടെ മറുപടി പറഞ്ഞു. ചേച്ചിതാ അവരെത്തി കേട്ടോ. പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടതും ദേവു പറഞ്ഞു. വീണ വെപ്രാളത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ചേച്ചി എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നേ? ഇട്ടിരുന്ന ലെഹങ്കയുടെ ഷാൾ നിലത്ത് മുട്ടിക്കിടന്നതിൽ ചവിട്ടി വീഴാൻ പോയ വീണയെ പിടിച്ച് നേരെ നിർത്തി ദേവു ചോദിച്ചു. വീണ ഒന്നും മിണ്ടിയില്ല. വിളറിയ മുഖത്തോടെ മീനുവിനെയും ദേവുവിനെയും നോക്കിയതേ ഉള്ളൂ. വീണേ, അവരെത്തി. ആദ്യം അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഉണ്ട്, നീ ഇങ്ങിറങ്ങി വാ. വിനീത വന്ന് പറഞ്ഞിട്ട് വീണയെ വിളിച്ചുകൊണ്ട് പോയി. പിന്നാലെ മീനുവിന്റെ കൈയും പിടിച്ച് വാല് പോലെ ദേവുവും. ആദ്യം കുടുംബത്തെ സ്വീകരിച്ചിരുത്തി രമേശൻ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞു. മനുവിന്റെ പേര് പറയുമ്പോൾ ആദിത്യൻ ഒന്നുകൂടെ തന്നെ നോക്കിയത് അവൻ ശ്രദ്ധിച്ചു. മാത്രമല്ല, വന്നവരിൽ ആദിത്യന്റെയും അച്ഛന്റെയും മുഖമൊഴികെ ബാക്കി ആരുടെ മുഖത്തും തെളിച്ചമില്ല എന്നും മനു മനസ്സിലാക്കി. മോളെ വിളിക്ക് രമേശ, ആദ്യം മാത്രമേ വീണയെ കണ്ടിട്ടുള്ളൂ. ആദിയുടെ അച്ഛൻ മാധവൻ പറഞ്ഞു. വിനീതേ, മോളെ വിളിക്ക്. രമേശൻ വാതിൽക്കൽ നിന്ന വിനീതയോട് പറഞ്ഞു.
വിനീത ചെന്ന് വീണയെ വിളിച്ചുകൊണ്ട് വന്നു. അവിടെ ഇരുത്തി. അവൾ മുഖമുയർത്തി ആദ്യം നോക്കി. ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു. രമേശ, പിള്ളേര് തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നും ആദിക്ക് വീണയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? മാധവൻ രമേശിനെ നോക്കി. വിവാഹത്തിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. അറിയാമല്ലോ, ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. അപ്പോ അതിനനുസരിച്ചുള്ളതൊക്കെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കും. കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. രമേശൻ പറഞ്ഞൊപ്പിച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾക്ക് എന്തു കൊടുക്കാൻ പറ്റുമെന്നത് വ്യക്തമായി പറയണം. എന്റെ മൂത്ത മകന് 50 പവനും കാറുമാണ് എന്റെ സഹോദരൻ കൊടുത്തത്. അതുകൂടെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് എന്തു കൊടുക്കുമെന്ന് പറയൂ. ആദിത്യന്റെ അമ്മ പുഷ്പ പറഞ്ഞു. ബെസ്റ്റ് ഫാമിലി. മനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കി. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന പോലെ ഫോണും നോക്കി ഇരിപ്പുണ്ട്. രമേശിന് കഠിനമായ ദേഷ്യം വന്നുവെങ്കിലും അയാൾ അത് കടിച്ചു പിടിച്ചു. വിനീത നെഞ്ചിൽ കൈവച്ച് വീണയെ നോക്കി. ദേവും മീനും മുഖത്തോട് മുഖം നോക്കി. മാധവേട്ട, രമേശൻ വിളിച്ചു. അയാൾ വല്ലായ്മയോടെ മുഖമുയർത്തി നോക്കി. 50 പവനും കാറും ഒന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എങ്കിലും ഞാനൊന്ന് ആലോചിച്ച് പറ്റുമോ ഇല്ലയോ എന്ന് അവിടെ അറിയിക്കാം. ഇപ്പൊ നമുക്ക് സന്തോഷത്തോടെ ചായ കുടിച്ച് പിരിയാം. രമേശൻ പറഞ്ഞത് പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. വലിയ താല്പര്യമില്ലാതെ തന്നെ ആദിയുടെ അമ്മയും ചേട്ടനും ചേട്ടത്തി ചായ മാത്രം കുടിച്ചു എന്ന് വരുത്തി. ഇതിനിടെ വീണയോട് സംസാരിക്കാൻ ആദ്യം അവളുടെ റൂമിലേക്ക് ചെന്നു. വീണേ, എന്താണ് ഇന്നലെക്കൊരു സന്തോഷമില്ലാതെ? ജനാലയുടെ അരികിൽ പുറത്തേക്ക് നോക്കി നിന്ന വീണയുടെ അടുത്ത് വന്ന് നിന്ന് ആദ്യ തിരക്കി. എന്ത് മിണ്ടാനാണ് ആദ്യേട്ടാ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ അവസ്ഥ? എന്നിട്ടും സങ്കടത്തിൽ വീണയ്ക്ക് മുഴുവനും പറയാൻ കഴിഞ്ഞില്ല. എടി, അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വീട്ടുകാരുടെ താല്പര്യമല്ലേ? ആദ്യ വലിയ താല്പര്യം ഇല്ലാതെ പറഞ്ഞു. ഒന്നും നടക്കില്ല ആദ്യേട്ടാ. അച്ഛൻ എത്ര ശ്രമിച്ചാലും ഇത്രയൊന്നും നടക്കില്ല. വീണ സങ്കടത്തിൽ അവനെ നോക്കി. എന്റെ വീണേ, ഈ വീടിരിക്കുന്ന സ്ഥലം പോയാലും പിന്നെയും സ്ഥലം ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? തൽക്കാലം അത് വിൽക്കാൻ പറയും. എന്നിട്ട് കല്യാണം നടത്തി തരാൻ പറയും. നമുക്ക് നല്ലോണം ജീവിക്കാൻ വേണ്ടിയല്ലേ എന്റെ അമ്മ ഇതൊക്കെ ചോദിക്കുന്നത്? ആദ്യ നയത്തിൽ വീണയോട് പറഞ്ഞു. അതൊന്നും നടക്കുന്ന കാര്യമല്ല ആദ്യേട്ടാ. വിനീത ദേഷ്യത്തിൽ അവനെ നോക്കി. എന്നാ വേണ്ട, എനിക്ക് നീ തന്നെ ഭാര്യയായി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പതിയാണ് പറഞ്ഞതെങ്കിലും ഉറച്ച ശബ്ദത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? മാധവേട്ടൻ ആദ്യയെ നോക്കി. അവൻ തലയാട്ടി. രമേശ, അപ്പൊ പറഞ്ഞതുപോലെ ആലോചിച്ചറിയിക്ക്. എല്ലാവരും പുറത്തിറങ്ങി കാറിനരികിൽ നിൽക്കുമ്പോ മാധവൻ പറഞ്ഞു. അതിന് രമേശ ഒന്ന് മൂളിയതേ ഉള്ളൂ. പൊടിയെ, പോയാലോ? ഇനി തന്റെ സാന്നിധ്യം അവിടെ വേണ്ടാന്ന് തീരുമാനിച്ചു മനു മീനുവിനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോയി. മനുവും മീനുവും കൂടി പോയതോടെ തളർന്ന ആ ഉമ്മറപ്പടിയിൽ ഇരുന്നു രമേശൻ. 50 പവനും കാറും എവിടെ നിന്നുണ്ടാക്കി കൊടുക്കും? തന്നെ കൊണ്ട് കൂടിയാൽ കൂടുമോ? അയാൾ വേദനയോടെ നെഞ്ചൊഴിഞ്ഞു. രമേശേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വേവലാതിയോടെ വിനീത അയാൾക്കടുത്തിരുന്നു. എന്ത് ചെയ്യാൻ? തീരെ പറ്റാതെ വന്നാൽ ഈ ബന്ധം വേണ്ടെന്ന് വെക്കും, അത്ര തന്നെ. അവരുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ അയാൾ പൊട്ടിത്തെറിച്ചു. അതിന് നടക്കുമെന്ന് തോന്നില്ല രമേശേട്ടാ. അതെന്താ നടക്കാതെ? എല്ലാവരും പ്രേമിച്ചവനെ തന്നെയാണോ കെട്ടി ജീവിക്കുന്നത്? അങ്ങനെ കെട്ടുന്നെങ്കിൽ അട്ടല് വേണം. അല്ലാതെ പ്രേമിച്ച് കൂടെ കൊണ്ട് നടന്നിട്ട് പെണ്ണു വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയല്ല വേണ്ടത്. അങ്ങനെയുള്ളവന്റെ കൂടെ പറഞ്ഞു വിട്ടാൽ ഇവളെ അങ്ങേയറ്റം സന്തോഷത്തോടെ നോക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അയാൾ രോഷത്തോടെ ചോദിച്ചു. ഞാൻ എന്താ പറയണ്ടേ? അവരുടെ അടുപ്പം പരിധി വിട്ട് പോയിട്ടുണ്ട് രമേശേട്ടാ. അതാണ് ഞാൻ. വിനീത കുനിഞ്ഞ മുഖത്തോടെ ഇരുന്ന് പറഞ്ഞു. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. ആദ്യം വീണയോട് സംസാരിക്കട്ടെ ഞാൻ, എന്നിട്ട് തീരുമാനിക്കാം. നീ വാ. അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് നടക്കുമ്പോൾ അവരെ വിളിച്ചു. വീണേ. ബെഡിൽ കമന്നു കിടന്ന് കരയുന്ന വീണയെ രമേശൻ പിടിച്ചുയർത്തി. അവൾക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. വേണ്ടെന്ന് പറയല്ലേ അച്ഛാ, എനിക്കിനി മറ്റൊരാളെ വിചാരിക്കാൻ പോലും പറ്റില്ല, അതുകൊണ്ടാ. കുനിഞ്ഞിരുന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞു വീണ. അവളുടെ കരച്ചിൽ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മൂവരും മുഖത്തോട് മുഖം നോക്കി. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് മോങ്ങിയാൽ മതിയല്ലോ നിനക്ക്. ആ മനുവിന് എന്തായിരുന്നു കുറവ്? രാജകുമാരിയെ പോലെ കൊണ്ട് നടന്നേനെ അവൻ. വിനീതൻ, കരഞ്ഞുകൊണ്ട് പറഞ്ഞ വിനീത രമേശന്റെ ഒറ്റ വിളിയിൽ കരച്ചിൽ നിർത്തി അയാളെ നോക്കി. ഇനി മേലിൽ ആ കാര്യം നീ ഇവിടെ മിണ്ടരുത്. നിന്റെ മോൾക്ക് അവനെ കിട്ടാനുള്ള അർഹതയില്ല. ഇന്ന് അവന്റെ ജീവനായ ഒരു പെൺകുട്ടിയുണ്ട്. അതുകൊണ്ട് ഇനി മേലിൽ ഇമ്മാതിരി വർത്തമാനം ഇവിടെ കേൾക്കരുത്. അയാൾ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. അമ്മ എന്ത് വർത്തമാനാണ് പറയുന്നത്? ചേച്ചിയാണ് മനുവേട്ടനെ വേണ്ടാന്ന് വെച്ചത്, അല്ലാതെ മനുവേട്ടനല്ല. ആ മനുഷ്യനൊന്ന് ജീവിച്ചോട്ടെ. ഇമ്മാതിരി ചൊറിയുന്ന വർത്തമാനം വേണ്ട. അമ്മയുടെ മോൾക്ക് ഡിഗ്രി വരെ പഠിച്ചപ്പോൾ ഒരു ചെറിയ ജോലി കിട്ടിയപ്പോൾ അവൾക്ക് പിന്നെ +2 കാരൻ കുറച്ചിലായി പോയി. മതി അമ്മ, വിട്ടേക്ക്. പറഞ്ഞിട്ട് ദേവു രമേശന്റെ അരികിലേക്ക് പോയി. വിനീതയോ വീണയോ ഒന്നും മിണ്ടാതെ ആ ഇരിപ്പിരുന്നു. അച്ഛാ, വിഷമത്തിൽ ഇരിക്കുന്ന രമേശന്റെ അരികിലിരുന്നു ദേവു. ഇനിയിപ്പോ എന്ത് ചെയ്യൂ അച്ഛാ? എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കും? ആരോട് ചോദിക്കും? ദേവു അയാളുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു. ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടായാൽ എന്ത് ചെയ്യാൻ കഴിയും? അയാൾ വേദനയോടെ കണ്ണുകൾ അടച്ച് തൂണി ചാരിയിരുന്നു. അച്ഛൻ ഉള്ളതൊക്കെ വിറ്റ് ചേച്ചിയുടെ കല്യാണം നോക്കണം. എനിക്ക് വേണ്ടി ഒന്നും മിച്ചം വെച്ചില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. എനിക്കുള്ളത് ഞാൻ പഠിച്ച് ജോലി ചെയ്ത് ഉണ്ടാക്കും. പിന്നെ ഇതുപോലെ സ്വർണവും കാറും ചോദിച്ചു വരുന്ന ഒരുത്തനെ എനിക്ക് വേണ്ട. ഇനി അച്ഛൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ദേവു അവൾക്ക് ആവും പോലെ അയാളെ സമാധാനിപ്പിച്ചു. ഇനി വിൽക്കുവാണെങ്കിൽ പോലും ഉടനെ നടക്കില്ല മോളെ. ഒരുപാട് സമയം എടുക്കും അതിനൊക്കെ.
അയാൾ ആലോചനയോടെ പറഞ്ഞു. ദേവും അയാളുടെ തോളിൽ ചാരിയിരുന്ന് അതേ ചിന്തയോടെ. ഉണ്ണിയേട്ടന്റെ പൊടി എന്ത് ചെയ്യാൻ പോവാണ്? വീട്ടിലെത്തിയ ഉടനെ കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് നിന്ന മീനുവിനെ ചേർത്ത് പിടിച്ചു മനു. കുളിക്കാൻ പോവാണ് ഉണ്ണിയേട്ടാ. മീനു തല തുടയ്ക്കാൻ തോർത്തുകൂടെ കയ്യിലെടുത്തു. തല നനയ്ക്കേണ്ട, രാവിലെ കുളിച്ചതല്ലേ, ഇപ്പൊ ഒന്ന് മേൽ കഴുകിയാൽ മതി കേട്ടോ പൊടിയേ. ഷർട്ട് അഴിച്ചെടുക്കുമ്പോൾ മനു പറഞ്ഞു. മീനു അവ ഉടുപ്പില്ലാതെ നിൽക്കുന്നത് കണ്ട് വേഗം നോട്ടം മാറ്റി. മനുവിന് ചിരി വന്നുപോയി. എന്റെ പൊടിക്ക് നാണം വന്നോ? മനു ആ കാതോരം പതിയെ ചോദിച്ച് ഇക്കിളി എടുത്ത പോലെ പെണ്ണ് ചുമലൊന്ന് വെട്ടിച്ചു. മനു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ ചലനത്തിൽ, ചിരിയെ, കൂർപ്പിച്ച നോട്ടത്തിലൊക്കെ അടിമപ്പെട്ടതുപോലെ മനു അവളെ നോക്കി നിന്നു. ഉണ്ണിയേട്ടാ, എന്ത് നോക്കി നിൽക്കുക? ഞാൻ ഇപ്പൊ വരാവേ പറഞ്ഞിട്ടോടി ബാത്റൂമിൽ കയറിയ പെണ്ണിനെ നോക്കി വാത്സല്യത്തോടെ അവൻ ചിരിച്ചു. ഉണ്ണിയേട്ടാ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ? എഴുന്നേറ്റിരുന്നേ, ചായ കുടിക്കി. കുളിച്ചിട്ട് വരുമ്പോൾ മനു ഉറങ്ങുന്നത് കണ്ട് പോയി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് ചായയും ഉണ്ടാക്കി കടയിൽ നിന്നും വാങ്ങിച്ച പരിപ്പുവടയും കൊണ്ടുവന്ന് വെച്ചിട്ടാണ് മീനും മനുവിനെ ഉണർത്തിയത്. കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി പൊടിയേ. ഇന്ന് രാവിലെ ഒത്തിരി ജോലി ചെയ്തതല്ലേ, അതാണ് ക്ഷീണം. ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഒരു കൈയും ഉയർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പൊ ഞാനും ചെയ്തില്ലേ ജോലി? കണ്ണുകൾ വിടർത്തി കുഞ്ഞി ചുണ്ട് കുറിപ്പിച്ചു മീനു. ചെയ്തല്ലോ. എന്റെ പൊടിയല്ലേ കൂടുതൽ അധ്വാനിച്ചത്. എന്റെ പൊന്നിന് ക്ഷീണയില്ലേ? അവളുടെ മൃദുവായ തുടുത്ത കവിളിൽ പതിയെ തൊട്ട് മനു ചോദിച്ചു. അയ്യേ, ഈ ഉണ്ണിയേട്ട എന്നെ കുറെ കൊഞ്ചിച്ച് ചീത്തയാക്കുമോ? പിന്നെ എനിക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും ചീത്തയാക്കാനും ഒക്കെ ഈ ഒരു പൊടിയല്ലേ ഉള്ളൂ, എന്റെ ഒരേ ഒരു പൊടി. പതുങ്ങി ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയും ചെറുതാവുന്ന പീലി നിറഞ്ഞ മിഴികളും തുടുത്ത ചുണ്ടുകളും ഒക്കെ മനുവിനെ ഭ്രമിപ്പിച്ചു. വാ ഉണ്ണിയേട്ടാ, ചായ തണുക്കും. അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു മീനു. വരാം വരാം. അവളിൽ നിന്ന് നോട്ടം മാറ്റി എഴുന്നേറ്റ് മുണ്ട് മുറുക്കി കൊടുത്തു മനു. എന്റെ പൊടി ഉണ്ടാക്കുന്ന ചായ സൂപ്പറാണ്. ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ ആരാ പഠിപ്പിച്ചേ? അമ്മയാണോ? ആരും പഠിപ്പിച്ചില്ല. അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ഞാനും കൂടെ പോയി നിൽക്കും. അങ്ങനെ കണ്ടുപഠിച്ചതാണ്. മീനു ആ സമയം അമ്മയോടൊപ്പം ആ വീടിന്റെ അടുക്കളയിൽ ആണെന്ന് മനുവിന് തോന്നി. അവനും ആ മുഖഭാവത്തിൽ കുരുങ്ങിക്കിടന്നു ഏറെ നേരം. രാത്രി കഴിക്കാൻ എന്താ ഉണ്ണിയേട്ട ഉണ്ടാക്കുക? രാവിലെ കഴുകി ഇട്ടിട്ട് പോയ തുണികൾ പറക്കിക്കൊണ്ട് വന്ന് വൃത്തിയായി മടക്കി വെക്കുമ്പോൾ മീനു ചോദിച്ചു. ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കേണ്ട. ഉണ്ണിയേട്ടൻ സന്ധ്യയാകുമ്പോൾ പോയി കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോയി കഴിക്കാം. അതുവരെ എന്റെ പൊടി ഇവിടെ ഇരുന്ന് പഠിക്കേ. അപ്പൊ ഉണ്ണിയേട്ടൻ എവിടെ പോവാണ്? ഉണ്ണിയേട്ടൻ സ്ഥിരമായി ഒരു അമ്മൂമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോയി തിരികെ വീട്ടിലെത്തിക്കും. ഇപ്പൊ മണി 5 ആവാനായില്ലേ. ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വരും. എന്നിട്ട് നമുക്ക് പുറത്തുപോയി കഴിക്കാം കേട്ടോ. അവളുടെ തലയിലൊന്ന് തലോടി പറഞ്ഞിട്ട് മനു കാക്കി ഷർട്ടും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ അടച്ചോ പൊടിയേ. ദേവോ പിള്ളേരോ വന്നാൽ ആരാന്ന് നോക്കിയിട്ട് വാതിൽ തുറന്നാ മതി കേട്ടോ. ഓട്ടോയിൽ കയറി വണ്ടി പുറത്തേക്ക് ഓടിച്ചിറക്കുന്നതിനിടെ മനു പറഞ്ഞു. വാടിയ മുഖത്തോടെ മീനു മൂളി. അമ്മ, പിള്ളേരെവിടെ? കണ്ടില്ലല്ലോ രണ്ടിനെ. പുറത്തു പോയിട്ട് വന്ന ശിവൻകുട്ടി ജലജയോടായി ചോദിച്ചു. ശരത്ത് ആറ്റുവക്കി പോയടാ. ചാലുമോള് മുറിയിലുണ്ട്. എടാ, കൊച്ചിന് സ്വർണവും ഡ്രസ്സും എടുക്കാൻ എപ്പോഴാണ് പോകുന്നത്? ഇനി കഷ്ടിച്ച് ഒരാഴ്ച ഇല്ല. ജലജ ശിവൻകുട്ടിയെ നോക്കി. നാളെയോ മറ്റന്നാളോ പോവാ അമ്മ. ഞാൻ അരവിന്ദൻ മാഷോടും കൂടെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എപ്പോഴാണ് അവർക്ക് സമയം ഉണ്ടാവുക എന്ന്. ശിവൻകുട്ടി ഫോണും എടുത്ത് ശാലിനിയുടെ മുറിയിലേക്ക് ചെന്നു. ഫോണിൽ മുക്കിയും മൂളിയും സംസാരിച്ചിരുന്ന ശാലിനി പിടഞ്ഞെഴുന്നേറ്റിരുന്നു. ഒപ്പം ഫോണും കട്ട് ചെയ്ത് വെച്ചു. അനുമോനാണോ ശാലുമോളെ വിളിച്ചത്? ശാലു വെപ്രാളത്തിൽ മൂളി. ആ മോളെ, ഞാൻ അരവിന്ദൻ മാഷെ വിളിക്കാൻ പോവാണേ. നാളെ പോയി സ്വർണവും ഡ്രസ്സും എടുക്കാൻ അവർക്ക് പറ്റുമെന്ന് അറിയാലോ. അതിപ്പോ നമ്മൾ പോയി എടുത്താൽ പോരെ അച്ഛാ? അവരെ ബുദ്ധിമുട്ടിക്കണോ? ശാലു താല്പര്യമില്ലാതെ ചോദിച്ചു. പിന്നെ സ്വർണവും ഡ്രസ്സും ഒക്കെ എടുക്കുമ്പോൾ അവരുടെ താല്പര്യം കൂടെ നോക്കണം. മോളും അനുവിനെ ഒന്ന് വിളിക്കേ, ഞാൻ മാഷെ വിളിക്കാം. ശിവൻകുട്ടി അരവിന്ദൻ മാഷയുടെ നമ്പറിൽ കോൾ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. എന്തു പറഞ്ഞു ശിവ? നാളെ തന്നെ പോകാമോ? അതോ? നാളെ തന്നെ പോകാൻ പറഞ്ഞമ്മേ. നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ മാഷുടെ ഭാര്യ വരാമെന്ന് പറഞ്ഞു. ആ, എന്നാൽ നാളെ രാവിലെ പോകാം. തുളസിയെ കൂട്ടുന്നുണ്ടോ ശിവ? കൊച്ചിന് വലിയ താല്പര്യമില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അവളില്ലാതെ പോയാൽ മാഷുടെ ഭാര്യ എന്ത് കരുതും? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കൊച്ചിന്റെ മുന്നോട്ടുള്ള ജീവിതം കൂടെ നോക്കണമല്ലോ. അത് ശരിയാണ്. അതുകൊണ്ടാകും ഈ വീട്ടിൽ നിന്ന് ആദ്യം കെട്ടിച്ചു വിട്ട ഒരു പെൺകുട്ടിക്ക് ശരിയാവണം എല്ലാ ചടങ്ങുകളും ചെയ്തത്. ശിവൻകുട്ടി പറയുന്നത് കേട്ട് വന്ന ശരത്ത് പറഞ്ഞു. ശരത്തെ, നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും ആ നശിച്ച പെണ്ണിന്റെ കാര്യം തന്നെ പറയുന്നത്? അവള് ശാലും ഒരുപോലെ ആണോടാ? എനിക്ക് രണ്ടാളും ഒരുപോലെ ആണ് അച്ചമ്മേ, ഒരു വേർതിരിവുമില്ല. ശരത്ത് ദേഷ്യം അടക്കി പറഞ്ഞു. ഓ, അതുകൊണ്ടല്ലേ നീ സ്വന്തമായി ജോലി ചെയ്ത് മോതിരമൊക്കെ വാങ്ങിച്ച ആ പെണ്ണിന് കൊടുത്തത്? ആണ്. കുറച്ച് വർഷങ്ങൾ കൂടെ കഴിഞ്ഞാണ് അവളുടെ കല്യാണമെങ്കിൽ എന്നെ കൊണ്ട് ആവും വിധത്തിൽ പൊന്നും പണവും കൊടുത്ത് നല്ല രീതിയിൽ പറഞ്ഞു വിടുമായിരുന്നു അവളെ ഞാൻ. പക്ഷെ ഇത് ശരത്ത് പറഞ്ഞു തീർക്കാതെ നിർത്തിക്കളഞ്ഞു. ആ നാശൂലം മുടിഞ്ഞു പോവേയുള്ളൂ. ഈ വീട്ടിൽ നിന്ന് പോയിട്ടും ഇവിടെ ഉള്ളവർക്ക് ഒരു സമാധാനവും തരുന്നില്ലല്ലോ ഈശ്വരാ. ജലജ തലയെ കൈവച്ച് പ്രാഗി. അമ്മ ഒന്ന് നിർത്തമ്മേ. എന്റെ മോളെ നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഈ സന്ധ്യാസമയം അതിനെങ്ങനെ പ്രാകുന്നത്? അതുവരെ അടുക്കളയിൽ ഒന്നും മിണ്ടാതെ മാറി നിന്ന തുളസി ഹാളിൽ വന്നു നിന്ന് പറഞ്ഞു.
അമ്മ പേടിക്കണ്ട. അച്ചമ്മ എന്ത് പറഞ്ഞ് പ്രാകുന്നോ അതിനെതിരായിട്ട് മീനൂട്ടിക്ക് എന്തും വരുന്നുള്ളൂ. ഇപ്പൊ തന്നെ കല്യാണക്കാരൻ കണ്ടില്ലേ, അവളെ അളിയൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് അമ്മ സങ്കടപ്പെടാതെ പൊയ്ക്കോ. ശരത്തി തുളസിയോട് പറഞ്ഞിട്ട് തന്റെ മുറിയിൽ കയറിപ്പോയി. പിന്നെ അവളും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. ജലജ ശിവൻകുട്ടിയെ തുറിച്ചു നോക്കി നിന്നു.